ഹായ് ഗൈസ്, വെൽക്കം ടു പുതിയ ദിവസം. ഏതാ ലുക്കിൽ എന്റെ അമ്മാനെ കണ്ടപ്പോ ഹാഫ് സെഞ്ചുറി ഒക്കെ കഴിഞ്ഞ് നിൽക്കണമെന്ന് പറയാൻ പറ്റും. അമ്മാതിരി മധുരം 16-ലാണ് എന്റെ അമ്മ എപ്പോഴും ജീവിക്കുന്നത്. എന്നാ വാപ്പാനെ കണ്ടാലോ ഫുൾ വെള്ളിട്ട് ഏതോ പാർട്ടിയിൽ നേതാവാന്നൊക്കെ തോന്നും ചെയ്യും. ഞാൻ പിന്നെ പല രണ്ടും മിക്സഡ് പ്രൊഡക്റ്റ് ചെയ്തോണ്ട് ഒടുക്കത്തെ ഗ്ലാമർ ആൻഡ് ലുക്ക് ആൻഡ് ക്യൂട്ട് ഹാൻസം ബോയ് ആണ് ഇട്ടാ. അങ്ങനെ എന്റെ വാപ്പാനെ സമ്പാദ്യമായ 6 സെന്റിലെ സ്വർഗം പൂട്ടിക്കാണ് നമ്മൾ ഇന്ന് പോണത്. സംഭവം പോണത് പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിക്കാണ്. കാരണം എന്റെ ദീദിനെ അളിയൻ കല്യാണം കഴിച്ചാണ് കൊണ്ടേത് അവിടുക്കാണ്. അങ്ങനെ നമ്മളിന്ന് രാവിലെ തന്നെ വന്നിക്കുന്നത് അളിയന്റെ ഒരു ഫാമിലി പുലാത്തറക്കൽ ജ്വല്ലേഴ്സിന്റെ റീ ഓപ്പണിംഗിനാണ്. MLA വളരെ നേരത്തെ വന്നുകൊണ്ട് മൂപ്പർ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് പോയിക്കണം. അതിനെ കൊണ്ട് തന്നെ കയറി ചെന്ന് പള്ളിയിൽ ചെറിയ ഒരു പൊതിക്കേക്ക് നിങ്ങൾ നമ്മളെ സ്വീകരിച്ച് ആൻഡ് ഈ കറുത്ത കുപ്പായി ഇൻസൈഡ് എടുത്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ലുക്കിൽ കൈയെന്നതാണ് എന്റെ ഒരേ ഒരു അളിയൻ. പിന്നെ അളിയന്റെ ഒരു അനിയൻ, പിന്നെ അളിയന്റെ വാപ്പ, അളിയന്റെ ആപ്പ, അങ്ങനെ പിന്നെ ദീ കൈയെടുത്ത് അളിയന്റെ അമ്മ, പിന്നെ അളിയന്റെ പെണ്ണുങ്ങൾ, ഇന്റെ പെങ്ങള് ആകെ മാറിപ്പോയല്ലോ. റീ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു നറുക്കെടുപ്പ് പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ അമ്പലത്തിലൊക്കെ പോയെന്ന് നിൽക്കണം. 1ാം സമ്മാനമായിട്ടുള്ള 2 ഗ്രാം സ്വർണ്ണം ഇൻകന്നെ കിട്ടും എന്നൊക്കെ വിചാരിച്ചു കണ്ട് ഏതായാലും നറുക്കെടുപ്പൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അല്ലാതെ കുഞ്ഞാമ്പാണ്ടിക്കാരുടെ മാതിരി നറുക്കെടുപ്പ് പാളിയിട്ടൊന്നുമില്ല. വ്ളോഗറായ ഞാനൊരു നറുക്കെടുത്തു, പിന്നെ വ്ളോഗറിന്റെ പാപ്പായ മുഹമ്മദ് ബഷീർ ഒരു നറുക്കെടുത്തു. ഏതായാലും ചുരുക്കം പറഞ്ഞ അമ്പലത്തിൽ പോയെന്ന ഭാസ്കരേട്ടന് കിട്ടില്ല, വേറെ ആർക്കൊക്കെ കിട്ടും ചെയ്തു. പിന്നെ ഒരു ചെറിയ മോളെ നിൽക്കണം, ഓളെ സെക്കൻഡ് സ്റ്റേഡ് കാതും കുത്തി. സംഗതി വേദന ഇല്ലാതെ കാത് കുത്തിയതാണെങ്കിൽ ഓളെ കണ്ണുകൂടെ പൊന്നിച്ചൊക്കെ മാറി. എന്തിനാണോ ബാപ്പ എന്നിട്ട് ഓളോട് വേദന ഉണ്ടോന്നോ. അപ്പൊ ഓള് നല്ല സുഖമുണ്ട്, വാണെങ്കിൽ ഒന്ന് കുത്തി നോക്കി. എനിക്കാണെങ്കിൽ സ്വർണ്ണത്തിന്റെ വില കണ്ടപ്പോൾ സ്വർണ്ണത്തുമ്മക്കന്നെ നോക്കാൻ തോന്നുന്നില്ല, ദേഷ്യം വരും. അതിന്റെ കൂടെ വേറെ പെണ്ണ് നിൽക്കണം, ഓളെ മൂക്കും കാതും ഒക്കെ പാടെ കുത്തുണ്ട്. ഓളെ മൂത്തിന് കുത്താൻ സ്ഥലമില്ല. ഓളെ മൂക്കും കാതും കുത്തുന്നതിന് ഇബന്തിന് അമ്മാരി എക്സ്പ്രഷൻ ഇടുന്നാവും. പിന്നെ എന്റെ ഉമ്മാണ്ട് ഇരുന്ന് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ അത് ഇതെന്നൊക്കെ പറഞ്ഞത് ചൂണ്ടിക്കാട്ടണേ. മല്ലി മുളകൊക്കെ ഇപ്പൊ അവരൊന്ന് വാങ്ങിത്തരാം. ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാത്ത മാറി നിന്നവിടെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ അവസ്ഥ ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വരാൻ പോണ പുതിയ മരുവൊക്കെ നോക്കിക്കോളി. അപ്പൊ നല്ലൊരു നുള്ളും തന്നു. അങ്ങനെ പിന്നെ 2 അമ്മായിമ്മമാര് വർത്താനം പറഞ്ഞിരിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ അവിടെ പുലാത്തറക്കൽ ജ്വല്ലറീസ് കളക്ഷൻസ് ഒക്കെ ഒന്ന് പോയി നോക്കി. എന്തായാലും ഇപ്പൊ എനിക്കൊരു കാലത്ത് മെഹർ വാങ്ങണല്ലോ. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുലാത്തറക്കൽ ജ്വല്ലേഴ്സ്ക്ക് പോയി ചെർപ്പളശ്ശേരിയിൽ പൗതി പൈസക്കൊന്നും തരൂല്ലെങ്കിൽ എന്റെ പേര് പറഞ്ഞ പണിക്കൂലിൽ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ തരൂടാ, ഉറപ്പാ. അങ്ങനെ തിരിച്ചോലെ വീട്ടിൽ പോയിക്കാണ്. അവിടെ നിന്ന് നല്ല ഫുഡ് അടിച്ചു നമ്മൾ നേരെ തിരിച്ച് മലപ്പുറത്ത് എത്തിയപ്പോൾ രാത്രി. പിന്നെ നമ്മളെ സ്ഥിരം സ്പോട്ടായ മലപ്പുറത്ത് മദീന സ്റ്റോറിൽ പോയിക്കാണ് എല്ലാവർക്കും ഫുൾ ഔൽ മിൽക്ക് വാങ്ങിക്കൊടുത്തു. ഇനിയിപ്പോ ഏതായാലും ദീദിയും കുട്ടികളൊക്കെ വീട്ടിലെത്തില്ല. അപ്പൊ ആകെപ്പാടെ ജഗ പോകെ വ്ളോഗേക്കാരം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക.